ബാറ്ററി വിപ്ലവത്തിൽ ചൈനയ്ക്ക് മുട്ടൻ പണിയുമായി ഇന്ത്യ. ഇനി ലിഥിയം ബാറ്ററി മാത്രമല്ല, ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത പുതിയ സോഡിയം അയോൺ ബാറ്ററിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാവിഷയം. വെറും 6 മിനിറ്റിൽ 80% ചാർജ് ചെയ്യാൻ കഴിയുന്ന ഈ ബാറ്ററി ലിഥിയമില്ലാതെ സ്വതന്ത്രമായി കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതാണ്. ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ച് എന്ന ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഈ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള ലിഥിയം അയൺ ബാറ്ററികൾക്ക് ബദലായി ഇനി ഇന്ത്യയിൽ നിന്ന് തന്നെ നിർമ്മിക്കാവുന്നതും കാർഷിക അവശിഷ്ടങ്ങൾ പോലും ഉപയോഗിക്കാവുന്നതുമായ സോഡിയം അയൺ ബാറ്ററികളാണ് ഭാവി. ലിഥിയം ഇന്ത്യയ്ക്ക് എവിടെയാണ് പ്രശ്നമെന്ന് നോക്കാം. ലിഥിയം ഇന്ത്യക്ക് വ്യാപകമായി ലഭ്യമല്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. ഇതിന്റെ ഇറക്കുമതിക്ക് വലിയ സാമ്പത്തിക ചെലവ് വരുന്നു. കൂടാതെ ചൈനയ്ക്ക് ലിഥിയം വിപണിയിൽ ഒരു വലിയ കുത്തകയുണ്ട്. ഇപ്പോൾ ചൈനയാണ് ലിഥിയം അയൺ ബാറ്ററികളുടെ, പ്രത്യേകിച്ച് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് (LFP) ബാറ്ററികളുടെ നിർമ്മാണത്തിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. വൻതോതിലുള്ള ഉത്പാദനം, കുറഞ്ഞ വില, ലോകോത്തര നിലവാരമുള്ള വലിയ കമ്പനികൾ, ഇതെല്ലാം ചൈനയെ ഈ വിപണിയിൽ തടയാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റിയിരിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും ഉത്പാദനശേഷിയും ഈ ആധിപത്യത്തിന് പ്രധാന കാരണമാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ പുതിയ ബാറ്ററി കണ്ടുപിടുത്തം ചൈനയുടെ ഈ ആധിപത്യത്തിന് ശക്തമായ ഒരു പ്രത്യുത്തരമായി മാറും. അതിനുള്ള കാരണം, ലിഥിയത്തെക്കാൾ എളുപ്പത്തിൽ ഇന്ത്യയിൽ തന്നെ ധാരാളമായി ലഭിക്കുന്ന സോഡിയം ഉപയോഗിക്കുന്നു. ഇത് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നു. വെറും 6 മിനിറ്റിൽ 80% ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. കുറഞ്ഞ താപനിലയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. 3000 സൈക്കിൾ വരെ ആയുസ്സുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് ലിഥിയം അയൺ ബാറ്ററികളെക്കാൾ കൂടുതലാണ്. കാർഷിക മാലിന്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നത് ഇതിനെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നു. റിലയൻസ് പോലുള്ള പ്രമുഖ കമ്പനികൾ ഇതിനകം തന്നെ ഈ സാങ്കേതികവിദ്യയിലേക്ക് കടന്നിരിക്കുന്നു എന്നതും ശുഭസൂചനയാണ്. ഇത് വെറുമൊരു ബാറ്ററി കണ്ടുപിടുത്തം മാത്രമല്ല, ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മനിർഭര ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുമുള്ള ശക്തമായ ചുവടുവപ്പാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ചൈനയുടെ ലിഥിയം വിപണിയിലെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയാകുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ.